ഏഴാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ദേ നാളത്തെ പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ള കുറച്ച് ചോദ്യവുമായിട്ടാണ് ഷായ് സാർ ഇന്ന് വന്നിരിക്കുന്നത്. കൃത്യതയോടുകൂടി നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ഇത് പഠിച്ചു വെച്ചാൽ കൃത്യമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 90% മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അതുകൊണ്ട് കൃത്യതയോടുകൂടി ശ്രദ്ധിക്കുക മക്കളെ. ആദ്യത്തെ ചോദ്യം, വിവരണം തയ്യാറാക്കുക എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. ഉത്സവങ്ങൾ പരിചയമില്ല, നിങ്ങൾ കണ്ട ഉത്സവത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. വിവരണം തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ആ ഉത്സവത്തിൽ നിങ്ങൾ കണ്ടതിനെ മുഴുവൻ എന്ത് ചെയ്യുക, വിവരിച്ചുകൊണ്ട് എഴുതുന്നതിനെയാണ് വിവരണം തയ്യാറാക്കുക, അല്ലേ? വിവരണം തയ്യാറാക്കാവുന്ന ചോദ്യം ഏറ്റവും സാധ്യതയുള്ള ഒന്നാണ്. നിങ്ങളുടെ നാട്ടിലെ ഉത്സവങ്ങൾ, പല ഉത്സവങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ ഉത്സവങ്ങളെക്കുറിച്ച് നിങ്ങൾ കണ്ട രീതിയിൽ അതാ വിവരണമാണ്. നിങ്ങൾ കണ്ട രീതിയിൽ തന്നെ അതിനെ വിവരിക്കണം. ആദ്യം ആനയോട് കൂടിയുള്ള എഴുന്നള്ളത്തുണ്ടായിരുന്നു, ആന ചെണ്ടമേളക്കാരുടെ കാതടിപ്പിക്കുന്ന ശബ്ദമുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു ഉത്സവത്തിൻ്റെ വിവരണം തയ്യാറാക്കാൻ നാളെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ അതൊന്ന് പഠിച്ചു വെക്കുക. വിവരണം തയ്യാറാക്കുക എന്ന ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. ഇനി ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ കുറയും, അല്ല? നിങ്ങൾ അങ്ങനെ ഒരു പഴഞ്ചൊല്ല് നിങ്ങളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട യൂണിറ്റാണ് നിങ്ങൾക്ക് അടിസ്ഥാന പാഠാവലിയിലുള്ളത്, അത് പഠിച്ചതാണ്. അപ്പോൾ അതെന്താണ് ഉദ്ദേശിച്ചത്? കൃഷി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് വരുത്തിയാൽ അതിൻ്റെ ഫലം ഭക്ഷണത്തിൽ പ്രതിഫലിക്കും. അതാണ്. പരീക്ഷയിൽ നന്നായി പഠിക്കാതിരുന്നാൽ മാർക്ക് കുറയും. ഒന്ന് മാത്രം ശരി, രണ്ട് മാത്രം ശരി, ഒന്നും രണ്ടും ശരി, ഒന്നും രണ്ടും തെറ്റ്. ഒന്നാണ് ശരിയല്ല, ഒന്ന് മാത്രമാണ്. ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ കുറയുന്ന പറഞ്ഞാൽ കൃഷി മോശമായാൽ ഭക്ഷണം കുറയുമെന്ന് തന്നെയാണ് ആശയം. അത് ഒന്ന് ഓർത്തുക. ഇങ്ങനെ ഒരു ചോദ്യം മാതൃക ആദ്യമായിട്ടാണ്. ഒന്നും മാത്രം ശരി, ഒന്നും രണ്ടും ശരി, ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പാറ്റേൺ ഈ വർഷം മുതലാണ് എൻ്റെ കുഞ്ഞു മക്കൾക്കുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കുക കൃത്യതയോടുകൂടി. അത്തരം ചോദ്യങ്ങൾ ഇത് ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം ഇവിടെ വെച്ചെന്തുകൊണ്ടാണെന്നറിയാം, ഈ ടൈപ്പ് ചോദ്യം ഉണ്ടാകും എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. അപ്പം നാളത്തെ പരീക്ഷയ്ക്ക് അത്തരത്തിലുള്ളൊരു ചോദ്യവും ഉണ്ടാകുമെന്നുള്ള ഓർക്കുക. ഇനി അഭിമുഖ ചോദ്യാവലി, അത് നിർബന്ധമായും വരാൻ, അതായത് ഒരു 99.9% നിങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കുക. എങ്ങനെയാണ്? സ്കൂളിലെ വിത്തുമേളയോടനുബന്ധിച്ച് പച്ചക്കറിത്തോട്ടം ഉദ്ഘാടനം ചെയ്യാനായി കൃഷി ഓഫീസർ എത്തുന്നു. പുതിയ വിത്തിനങ്ങൾ, വളങ്ങൾ, പരിപാലന രീതികൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. അദ്ദേഹത്തോടൊപ്പമുള്ള അഭിമുഖത്തിനായി ചോദ്യാവലി തയ്യാറാക്കുക. 5 ചോദ്യമാണ് മക്കൾ ഉണ്ടാക്കേണ്ടത്. 5 ചോദ്യവും നിങ്ങൾക്ക് എന്താണോ ഉത്തരം കിട്ടേണ്ടത് ആ ഉത്തരത്തിലേക്ക് എത്തുന്ന ചോദ്യമായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ വിപണിയിൽ ഇറങ്ങിയിരിക്കുന്ന പുതിയ ഇനം വിത്തിനങ്ങൾ ഏതൊക്കെയാണ് അങ്ങേക്കൊന്ന് പറയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഏറ്റവും നല്ല വിളവ് കിട്ടാൻ ഏത് വളപ്രയോഗമായിരിക്കും ഏറ്റവും നല്ലത്? ഇങ്ങനെ നിങ്ങളോട് എന്താണോ നിങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടത് അതിനോടനുബന്ധിച്ചുള്ള ചോദ്യമേ ചോദിക്കാവൂ. അനാവശ്യ ചോദ്യങ്ങൾ അഭിമുഖ ചോദ്യാവലിയിൽ ഉണ്ടാവരുത്. നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ വീട് എവിടെയാണ്? നിങ്ങൾക്ക് ഭാര്യയും എത്ര കുഞ്ഞുങ്ങളുമുണ്ട്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അഭിമുഖ ചോദ്യാവലിക്ക് പ്രസക്തമല്ല. അപ്പോൾ ഓർത്ത് വെക്കണം, അഭിമുഖ ചോദ്യാവലി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യമാണ്. അനാവശ്യ ചോദ്യങ്ങൾ ഒഴിവാക്കുക. പകരം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ്, അഭിമുഖ ചോദ്യാവലിയിൽ എന്തുത്തരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത് അതിലേക്ക് നേരിട്ടെത്തുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. ക്ലിയർ? അപ്പോൾ അഭിമുഖ ചോദ്യാവലി കൃത്യതയോടുകൂടി പഠിച്ചു വെക്കുക. സാധ്യതയുള്ള ചോദ്യമാണ് മക്കളെ, കേട്ടോ, മറക്കല്ലേ. അപ്പം വിശകലനക്കുറിപ്പ് അല്ലെങ്കിൽ താരതമ്യക്കുറിപ്പ് രണ്ടും ചോദിക്കും. വിശകലനം, തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർച്ചിന്നും തുങ്കമാം വാനും ചോട്ടിലാണ് എൻ്റെ വിദ്യാലയം. വിദ്യാലയത്തെക്കുറിച്ച് കവിയുടെ സങ്കല്പമാണ്. പഠിക്കുവാൻ ഏറെയുണ്ട് പ്രകൃതിയിൽ നിന്ന്. നമ്മുടെ ചുറ്റുപാടുകളാണ് നമ്മളെ കൂടുതൽ പഠിപ്പിക്കുന്നത്. അറിഞ്ഞും അനുഭവിച്ചും അന്വേഷിച്ചും പഠിക്കണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വിശകലനക്കുറിപ്പ് എഴുതുക. ഇന്ന് നമുക്കില്ലാതെ പോയ ഏറ്റവും വലിയ, നിങ്ങളുടെ വിദ്യാർത്ഥി സമൂഹത്തിന് ഇല്ലാതെ പോയെന്നാണ് പ്രകൃതിയോട് അറിഞ്ഞുള്ള പഠനം നമുക്കില്ല. പ്രകൃതിയോട് അറിഞ്ഞ് തന്നെ വേണം. തുങ്കമാം വാൻ, അല്ലേ? നോക്കൂ, തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർച്ചിന്നും തുങ്കമാം വാനിൻ. തിങ്കളും താരങ്ങളും, ചന്ദ്രനും നക്ഷത്രങ്ങളും നല്ല വെളുത്ത രശ്മികൾ പൊഴിക്കുന്ന ആകാശത്തിൻ്റെ ചുവട്ടിലാണ് തുങ്കമാം വാനിൻ.
ആകാശത്തിന് കീഴെ ചോട്ടിലാണ് എൻ്റെ വിദ്യാലയം, അല്ലേ? ആ തുങ്കം ഉയർന്ന വാനത്തിൻ്റെ താഴെയാണ് എൻ്റെ വിദ്യാലയം. അപ്പോൾ തിങ്കളും താരങ്ങളും പ്രകൃതിയാണ്, അല്ലേ? പ്രകൃതിയോട് ചേർന്ന് നിന്ന് പഠിക്കണം. അപ്പോൾ വിശകലനം ചെയ്ത് തന്നിരിക്കുന്ന ചോദ്യത്തെ നന്നായി പിരിച്ച് പരിശോധിച്ച് അതിൽ നിന്നും വിരിയുന്ന ആശയങ്ങളാണ് എൻ്റെ മക്കളെ എഴുതേണ്ടത്, കേട്ടോ? അപ്പം വിശകലനക്കുറിപ്പോ പ്രതികരണക്കുറിപ്പോ നിങ്ങളോട് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ചോദ്യമാണ്, മറന്നു പോവരുത്. പിന്നെ മറ്റൊരു ചോദ്യം ഏതാണ്? താരതമ്യം ചോദിക്കും. താരതമ്യം ചോദിച്ചാൽ എന്താണ് എഴുതുക? ആദ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ ചോദ്യം എഴുതുക, രണ്ടാമത് തന്ന ചോദ്യത്തിന് ഉത്തരം എഴുതുക. അതായത് ആദ്യം തന്നിരിക്കുന്ന ആശയത്തെ വിശദീകരിക്കുക, രണ്ടാമത് തന്ന ആശയത്തെ വിശദീകരിക്കുക. രണ്ടും തമ്മിലുള്ള സാമ്യമോ വ്യത്യാസമോ ഉണ്ടാവുമല്ലോ. ആ സാമ്യ വ്യത്യാസങ്ങളാണ് മക്കൾ പേപ്പറിൽ എഴുതേണ്ടത്, കേട്ടോ? അതാണ് താരതമ്യക്കുറിപ്പ് എന്ന് പറയുന്നത്. അതൊന്ന് മറക്കാതെ നോക്കണം. ഇത് താരതമ്യക്കുറിപ്പ് അറിയാലോ, മക്കൾക്ക് മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ? ആദ്യം ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം തന്നെ നോക്കൂ. ആര് നോക്കാനാ? വിറ്റേക്ക് കുറേ വയലും പറമ്പും, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? കാശ് കൊടുത്താൽ എല്ലാം കിട്ടും. മകൻ പറഞ്ഞു, ആരെങ്കിലും എവിടെയെങ്കിലും നട്ടു നനച്ചത് പണം കൊടുത്താലും വാങ്ങുവാനാവും മോൻ, അതോർക്കണം അച്ഛൻ. രണ്ട് തലമുറയുടെ വ്യത്യാസം. അപ്പോൾ ആദ്യം മകൻ പറഞ്ഞ കാര്യം ഇന്നത്തെ തലമുറയുടെ മനോഭാവമാണത്, ആറ്റിറ്റ്യൂഡാണത്, അല്ലേ? എല്ലാം വിറ്റ് തുലയ്ക്കുക, കൃഷി ചെയ്യാനും അധ്വാനിക്കാനും മണ്ണിലിറങ്ങാനും അവന് കഴിയില്ല. എന്നാൽ അധ്വാനത്തിൻ്റെ മഹത്വം അറിയുന്ന ഒരു തലമുറയുടെ ഭാഗമാണ് ഇവിടുത്തെ അച്ഛൻ. മനസ്സിലായില്ല? അച്ഛൻ പറഞ്ഞെന്താ? മറ്റാരെങ്കിലും ഉണ്ടാക്കിയാലേ നമ്മളും വാങ്ങൂ. നിങ്ങളെപ്പോലെ ഇതേ മനോഭാവം വെച്ച് പുലർത്തി കഴിഞ്ഞാൽ നമുക്ക് കൃഷി എന്ന് പറഞ്ഞ സാധനം തന്നെ ഉണ്ടാവില്ല. അപ്പം ആദ്യം മകൻ്റെത് എഴുതുക, മകൻ്റെ അഭിപ്രായം എഴുതുക, പിന്നെ അച്ഛൻ്റെ അഭിപ്രായം എഴുതുക, എന്നിട്ട് അച്ഛൻ്റെയും മകൻ്റെയും അഭിപ്രായങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എഴുതുക. അതാണ് താരതമ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അച്ഛൻ്റെ തലമുറ അധ്വാനവർഗത്തിൻ്റെ തലമുറയാണെന്നും മകൻ്റെ തലമുറ എല്ലാം വിറ്റ് നശിപ്പിക്കുന്ന തലമുറയുടെ ഭാഗമാണെന്നും മണ്ണിലിറങ്ങി വിയർപ്പ് ചിന്തി അധ്വാനിക്കുന്നൊരു സമൂഹമല്ല മകൻ്റെ കാലഘട്ടത്തിലുള്ളത് എന്നുള്ള അർത്ഥത്തിൽ ആണ് അവസാനം എഴുതേണ്ടത്. അപ്പോൾ താരതമ്യക്കുറിപ്പ് എന്നുള്ളത് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഓക്കെ ആണോ മക്കളെ? ഹാപ്പിയാണോ നിങ്ങൾ? ഇനി അടുത്ത് നോക്കാം നമുക്ക്, അല്ലേ? ആസ്വാദനക്കുറിപ്പ് ഏതാ വരാം. ഞാൻ ആസ്വാദനക്കുറിപ്പിൻ്റെ ചോദ്യം വായിക്കുന്നില്ല. ചോദ്യം നമുക്ക് മോർണിംഗ് ബൂസ്റ്ററിലൊക്കെ കുറേ ചോദ്യങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ചോദ്യങ്ങൾ ഏതൊക്കെ വരുന്നുള്ളത് നമുക്ക് നോക്കാം. ആസ്വാദനം കോമണായി വന്നാൽ എന്താണ്? ആസ്വാദനക്കുറിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മാർജിനോടനുബന്ധിച്ച് ചെറുതായിട്ട് ആസ്വാദനക്കുറിപ്പ് എന്നൊരു ശീർഷകം എഴുതാം, സെൻറ്ററിലല്ല സൈഡിൽ. അതിനുശേഷം എഴുത്തുകാരൻ, ഇതിലിവിടെ വയലാർ രാമവർമ്മയെക്കുറിച്ചാണ്, മലയാളത്തിൻ്റെ പ്രിയ കവി വയലാർ രാമവർമ്മയുടെ എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തുകാരനെക്കുറിച്ചും ഈ കവിതയിൽ എന്താണോ പറഞ്ഞതിനെക്കുറിച്ചുള്ള ഒരു ആമുഖം, ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം നിങ്ങൾ എഴുതണം. കവിതയും പരിചയപ്പെടുത്തിക്കൊണ്ട് ആദ്യത്തെ 3-4 വാക്യങ്ങൾ എഴുതണം. പിന്നീട് ഈ കവിതയുടെ ആശയം എഴുതണം. അതിനുശേഷം ഈ കവിതയിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, കാവ്യഭംഗിയുണ്ടോ, എന്തെങ്കിലും ശൈലി ഉപയോഗിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും പ്രത്യേകമായി നിങ്ങളെ സ്വാധീനിച്ച വരികളുണ്ടോ, അവയെല്ലാം ചേർത്ത് കൺക്ലൂഷനും എഴുതണം. ഇങ്ങനെയാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. മറന്നു പോകരുത് മക്കൾ. അതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ചാണ് എഴുതാൻ വന്നത്. കുറിപ്പ് കൃഷിയും കാർഷിക പാരമ്പര്യവും മനുഷ്യ സംസ്കാരത്തിൻ്റെ നാഴികക്കല്ലുകളാണ്. പാഠഭാഗങ്ങളിൽ നിന്ന് നേടിയ ആശയങ്ങൾ ഉൾക്കൊണ്ട് മലയാളിയുടെ കാർഷിക സംസ്കാരത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഇന്ന് കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ഇന്ന് അങ്ങനത്തെ കൃഷിയാണ് നാടിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് മക്കളെ. ഏതൊരു നാടിൻ്റെയും നട്ടെല്ലെന്ന് പറയുന്നത് അവിടുത്തെ കൃഷിയും സംസ്കാരവുമായിരിക്കണം. കാരണം എന്താ? ഈ ലോകത്ത് ആരും കൃഷി ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പട്ടിണി കിടന്ന് മരിച്ചു പോവുകയുള്ളൂ, അല്ലേ? അപ്പോൾ കൃഷിയെക്കുറിച്ച് മഹാത്മ്യം എഴുതണം, കൃഷി സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് എഴുതണം, മണ്ണിൽ ജോലി ചെയ്യുന്ന അവരെ നമ്മൾ ബഹുമാനിക്കണമെന്നുള്ള ആശയം വരണം. എന്നാൽ ഇന്നത്തെ തലമുറ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ള ആശയങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് 90% മാർക്കിനുള്ള ചോദ്യമാവും. മറന്നു പോകരുത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പരീക്ഷ എഴുതാൻ പോകാൻ. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാ ചോദ്യങ്ങളും എളുപ്പമാവട്ടെ. ഇതൊന്നുകൂടെ ഉറപ്പിച്ച് പറയുന്നത്, ഇത് ഒന്ന് കൃത്യതയോടുകൂടി പഠിച്ചിട്ട് വേണം മക്കൾ പോകാൻ. ഓക്കെ മക്കളെ, ബായ്.